ഇമാം ഖുമൈനിയുടെ മരണത്തെ തുടർന്നുണ്ടായ വിലാപയാത്രയേക്കാൾ വലിയ വിലാപയാത്ര നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് തെരുവിൽ. അതായത് എന്തിനാണ് ഇസ്രായേൽ ഈ അമേരിക്കയെ കൊണ്ട് ഇറാൻ ആക്രമിപ്പിച്ചത്? അവിടുത്തെ റെജീം ചേഞ്ചിന് വേണ്ടിയാണ്. ആ ഭരണകൂടം അൺപോപ്പുലറാണ്, അവിടുത്തെ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ഭരണകൂടമാണ്. അത് ലോകത്തിന് മുമ്പിൽ കൂടി തെളിയിക്കുക. കാരണം അവിടെ പ്രൊട്ടസ്റ്റ് നടന്ന ആ പ്രൊട്ടസ്റ്റിനെ ആ ഭരണകൂടം അടിച്ചമർത്തി. അപ്പോൾ ഇതാ ഞങ്ങൾ ആ ഇറാൻ ജനതയെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കാണുന്നത് എന്താണ്? ജനലക്ഷങ്ങൾ. ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിനോ ലോകത്തെ ഏതെങ്കിലും ലോക നേതാവിനോ ഇത്രയും വലിയ വിലാപയാത്ര ഉണ്ടായിട്ടില്ല. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. തെരുവുകൾ നിറഞ്ഞ് ലക്ഷക്കണക്കിന് മനുഷ്യർ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? തുറന്നു കിടന്ന ഹോർമുസ് കടലെടുക്ക് യുദ്ധം ചെയ്ത് അടപ്പിച്ചു. അൺപോപ്പുലർ എന്ന് അവർ കരുതുന്ന ഒരു ഭരണകൂടത്തെ ആ പോപ്പുലറാക്കുന്ന, അവിടെ ജനലക്ഷങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ഒരു വിപ്ലവ നായകന് വിട നൽകുന്നത് പോലെ ഇറാനിലെ ജനത ഖാംനയ്ക്ക് വിട നൽകുന്നു. ഇപ്പോൾ MOU സൈൻ ചെയ്തു എന്ന് വരുന്നൊരു ഘട്ടത്തിൽ ഇസ്രായേൽ എന്തായിരിക്കും ചിന്തിക്കുക? എന്തിനാണ് ഈ ധാരണാപത്രം എന്നാണ് ഇസ്രായേൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. ഇവിടെ നമ്മൾ തോറ്റിരിക്കുന്നു, എല്ലാ അർത്ഥത്തിലും നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഹോർമുസ് അടയുന്നു, ഇറാൻ അവരുടെ അപ്രമാദിത്വം സ്ഥാപിക്കുന്നു. മേഖലയിൽ അവരാണ് ഇപ്പോഴത്തെ മെയിൻ ശക്തി, ഇസ്രായേലല്ല, ഇറാനാണ് മെയിൻ ശക്തി. നമ്മൾ അൺപോപ്പുലർ എന്ന് പറഞ്ഞാൽ അതാ നേതാവിനെ, ആത്മീയ നേതാവ് ലക്ഷങ്ങൾ വിലാപയാത്രയായി കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ ഒരു വില്ലുണ്ട്, ഇസ്രായേലിനൊരു താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ധാരണാപത്രമൊന്നുമില്ല, മതിയാക്ക്, ഇനി അടിക്കാം എന്ന് പറഞ്ഞു എന്ന് കരുതി നാളെ മുതൽ US പഴയതുപോലെ ഫെബ്രുവരി 28 നമ്മൾ കണ്ടതുപോലെ ഒരു ശക്തമായ ആക്രമണം ഇറാന് മേലെ ആക്രമിക്കില്ല. ഇത് ഇസ്രായേലിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രംപിൻ്റെ നീക്കങ്ങളാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യവും ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് എത്രമാത്രം അൺപോപ്പുലർ ആണെന്നുള്ളത് നമുക്കറിയാം. അമേരിക്കയിൽ തന്നെ അൺപോപ്പുലർ ആണെന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അൺപോപ്പുലർ ആയിരിക്കെ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു JD വാൻസ് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ. JD വാൻസ് നമ്മൾ നല്ല സുഹൃത്താണ്. ഇതുമാത്രമല്ല, ഞങ്ങൾക്ക് വേറൊരു സുഹൃത്ത് കൂടിയുണ്ട്. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത്, ഒരു ചെറിയ രാജ്യത്ത് നമുക്ക് വേറൊരു സുഹൃത്ത് കൂടിയുണ്ട്. അത് എങ്ങനെയാണ് ആ സൗഹൃദം ഞങ്ങൾക്ക് മനസ്സിലായെന്നറിയോ? ഫേസ്ബുക്കിലൊക്കെ തന്നെ കമൻസും പോസ്റ്റും കാണണം എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഫേസ്ബുക്കിലൊക്കെ നോക്കുക എത്ര കമൻസാണ് ഇസ്രായേലിന് അനുകൂലിച്ച് വരുന്നത്. അതായത് ഇന്ത്യയിലെ BJPയുടെ IT സെല്ല് പടച്ചുവിടുന്ന പോസ്റ്റുകളും IT ബോട്ടുകൾ, ഈ IT സെല്ലിൻ്റെ ബോട്ടുകൾ അടിച്ചുവിടുന്ന കമൻറ്റുകളും കണ്ടിട്ടാണ് നെതന്യാഹു പറയുന്നത് ഞങ്ങൾക്ക് 140 കോടി ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറയുന്നത്. അത്രമാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അവസാനത്തെ പിടച്ചിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് പിന്നിൽ. അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക്, ഫെബ്രുവരിയിൽ നമ്മൾ കണ്ടതുപോലെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മൾ മുമ്പ് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഈ പറയുന്ന സമാധാനം ഒരു ശാശ്വത സമാധാനമല്ല. അതൊരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ സംഘർഷങ്ങളുടെ ഒരു വേദിയായി പശ്ചിമേഷ്യ വീണ്ടും മാറുക തന്നെ ചെയ്യും.